ഒരു കെട്ടിടം പണിയാൻ 2 ഏക്കർ സ്ഥലം എടുത്തു എന്നൊരു തഹസിൽദാരോട് പറഞ്ഞാൽ 3 മാസം കൊണ്ട് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല. ഒരു കുഴപ്പമില്ല. 50 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് തീർക്കേണ്ട പദ്ധതി 10 കൊല്ലമായാലും തീരില്ല. 10 കൊല്ലം കഴിയുമ്പോൾ അത് 50 കോടി രൂപയുടെ പദ്ധതി 500 കോടിയാവും. എക്സ്ചക്കറിൽ നിന്ന് ലീക്കേജാണ്. നമ്മുടെ പണം, ഞാനും നിങ്ങൾ നികുതി കൊടുക്കുന്ന പണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നന്നായി അത് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടക്കില്ല? ഇവിടെ നടക്കുമല്ലോ, ഇല്ലേ? ഇവിടുത്തെ ഗവൺമെന്റിൽ നടക്കുമല്ലോ, ചെയ്യുമല്ലോ ജോലി. നിങ്ങൾ പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ല. നമ്മൾ UDF അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാൻ പോവുകയാണ്. 6 മാസം കൊണ്ടൊരു പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ 181ാമത്തെ ദിവസം അയാളത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അയാൾ അക്കൗണ്ടബിൾ ആവും, ഉത്തരം പറയേണ്ടി വരും. അപ്പോ ഞാൻ കരുതുന്നത് മലയാളി ആയതുകൊണ്ട്, മിടുമിടുക്കന്മാരും മിടുമിടുക്കികളും ആയതുകൊണ്ട് 6 മാസം കൊണ്ട് തീർക്കേണ്ട പദ്ധതി ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. നിങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെ ഞെട്ടിക്കുന്ന മലയാളികളാണ് കേരളത്തിലുള്ളത്. അവർ ചെയ്യും. ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടാണ്. സംവിധാനങ്ങൾ ഉണ്ടാകണം, സിസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് സിസ്റ്റം ഉണ്ടാകണം, അത് ലീഗലൈസ് ചെയ്യണം. ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു നിയമം വന്നാൽ ആദ്യത്തെ 2 കൊല്ലം ഇത്തിരി കട്ടിയായിട്ട് പിടിക്കേണ്ടി വരും. 2 കൊല്ലം കഴിഞ്ഞാൽ ഒരാൾക്കെതിരെയും നടപടി എടുക്കേണ്ടി വരില്ല. കാരണം അതൊരു കൾച്ചറായി മാറും. മാറ്റം വേണ്ടേ? എല്ലാ കാലത്തും ഇങ്ങനെ പോയാൽ മതിയോ നമ്മുടെ കേരളം? പോരാ, നമുക്ക് മാറ്റമുണ്ടാകണം. ഇതിന്റെ മുഴുവൻ ബെനിഫിഷ്യറീസ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വരാനിരിക്കുന്ന തലമുറയായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും. അവർക്ക് അഭിമാനത്തോടു കൂടി ലോകത്തിലെ ഏത് രാജ്യത്തും പോയി ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം. നമുക്കതിന് കഴിയും. ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഞാൻ എവിടെ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടിയത്? എനിക്കിത്രയൊന്നും അറിവെന്നുള്ള ആളല്ല. മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ മലയാളികളാണ്, അവരുടെ വൈദഗ്ധ്യമാണ്. ഞങ്ങൾ ലോകത്തെ ഉള്ള ഡോക്ടർമാർ വന്നാണ് അതിൽ പങ്കെടുത്തത്. ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തിയപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവർ വന്നത്. ഞാൻ കോസ്റ്റൽ ഷിപ്പിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ 4 മലയാളികളായ മാരിടൈം എക്സ്പേർട്സ് ആണ് എന്നെ സഹായിക്കാൻ വന്നത്. ഏവിയേഷൻ എക്സ്പേർട്സ് കേരളത്തിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും പോയി അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ, ലോകത്തെല്ലായിടത്തും പോയി ലോകത്തിലെ പല രാജ്യങ്ങളുടെയും മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വലിയൊരു സമ്പത്ത്, അല്ലെ, ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കുണ്ട്. നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം. അവരെല്ലാവരെയും പ്രയോജനപ്പെടുത്തണം. നമുക്ക് വേണ്ടത് നിശ്ചയദാർഢ്യമാണ്, വിൽ പവറാണ്. അതിന് ഒരുപാട് ചീത്തപ്പേര് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. കാർക്കശ്യക്കാരനാണ്, ബലംപിടുത്തം കൂടുതലാണ് എന്ന്. ഞാനൊരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 2 പേരെ ഓരോ ചുമതല ഏൽപ്പിക്കുക. ഒരേ ചുമതല 2 പേരോട് 2 സ്ഥലത്ത് പോയി ചെയ്യാൻ. ഒരാളത് ചെയ്തിട്ട് വരും, നമ്മൾ എന്ത് ചെയ്യണം? അയാളെ ചേർത്ത് പിടിക്കണം. മറ്റേ ആള് ഫാമിലിയായിട്ട് മലേഷ്യയിലേക്ക് ടൂറിന് പോയി, അയാൾ തിരിച്ചു വരുവാണ്, വിളിച്ചോണ്ടേ വരുള്ളൂ. ചെയ്യാതെ വരുന്നവരെല്ലാം വിളിച്ചോണ്ടേ വരുള്ളൂ. അപ്പൊ എന്തു പറയണം? നിങ്ങൾ പറയണം. അതേ ഞാൻ പറയാറുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ കാര്യം ഉണ്ടല്ലോ ഇപ്പൊ, അത് ഞാൻ പുറത്തു പറയും. നേരിട്ട് ഇപ്പൊ പറയാറില്ല, ഇപ്പൊ പറയേണ്ടി വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആളുകൾ കൃത്യമായി ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര പൊട്ടൻഷ്യലായിട്ടുള്ള ലീഡർഷിപ്പുള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഞാൻ തന്നെ വിസ്മയിക്കുന്ന ഗാലക്സി ഓഫ് ലീഡർഷിപ്പാണ് നമുക്കുള്ളത്. അതിന്റെ സെക്കൻഡ് റോയോ മിടുമിടുക്കന്മാരും മിടുമിടുക്കികളും. അതിന്റെ തേർഡ് റോയോ എനിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഒരു പേടിയില്ല, ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറഞ്ഞു, ആ 2ാം നിരയും 3ാം നിരയും ഞങ്ങളൊക്കെ ലീഡർഷിപ്പിലുള്ളപ്പോൾ തന്നെ അവർ ഞങ്ങളെ ബൈപ്പാസ് ചെയ്തു പോകും, നമ്മളെ മറികടന്നു പോകും. ഞാൻ ആഗ്രഹിക്കുന്നതാണ് കാര്യങ്ങൾ നടത്താൻ പാർട്ടി പ്രവർത്തകർ പൈസ കൊടുക്കുന്ന ഒരു ഫണ്ട് വരും. കെ സുധാകരേട്ടൻ പ്രസിഡന്റ് ആയിരിക്കും. 137, 138 ഉണ്ടായിരുന്നു.
ചൂരൽമലയിലെ ഫണ്ട് പിരിവുണ്ടായിരുന്നു. ഒരു കഥയാണ് നടന്നു. എന്താണ് അത് മുഴുവൻ വി ഡി സതീശൻ അടിച്ചുകൊണ്ടുപോയി. 100 കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തേനെ. ഒരു പഞ്ചായത്ത് പോലും ഒരു കിട്ടൂലായിരുന്നു. ശരിയായി കൊടുത്തേ നമ്മൾ 100 കോടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. 16 കൊല്ലം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നാണ്. അപ്പൊ പാർട്ടി ഫണ്ട് പിരിച്ചൊക്കെ പുള്ളി വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അത് മിണ്ടിയില്ല. പിന്നെ തീർന്നു. ആ കഥ കഴിഞ്ഞ്. ആ കഥ അപ്പൊ തീർന്നു. അതിനൊക്കെ അപ്പൊ തന്നെ കൊടുത്താൽ മതി. ഓരോന്ന് കൊടുത്താൽ മതി. പിന്നെ പറയാം, UDF വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കും. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. 42 കൊല്ലക്കാലം ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. അന്ന് CPM അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ആയിരുന്നോ? തീർന്നു. അത്രയല്ലേ. ഇതുപോലത്തെ ഒന്നുമില്ല പറയാൻ. ഇന്ന് ഞാൻ നല്ലൊരു ട്രോള് കണ്ടു. മനോഹരമായിട്ട് ചിലരും മിടുക്കന്മാരാ. ഇവിടെ നിന്നാണ് കൂടുതൽ വന്നത്. ഇന്നത്തെ ട്രോൾ എന്നാതിരിയോ, നമ്മൾ 100 സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 90 സീറ്റേ കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പറയാം ഞങ്ങൾക്ക് 110 കിട്ടുമെന്ന് പറയും. അപ്പൊ ഒരാൾ എഴുതിയേക്കാണ് 100 സീറ്റിലധികം നേടി UDF അധികാരത്തിൽ വരുമ്പോൾ ഇവര് തിരിച്ചോടിപ്പോകുന്നതിന്റെ സ്പീഡാണ് 110 കിലോമീറ്റർ. അങ്ങനെ പറയണം. മറുപടി ചുട്ട മറുപടി കൊടുക്കണം. അവര് കേരളത്തെ തകർത്ത് തെരിപ്പണമാക്കി. പ്രതിരോധിക്കാൻ വാക്കുകളില്ല. ഇപ്പൊ ചെയ്യുന്നെന്താ? ഇപ്പൊ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആരുടെ പണിയാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കല്? ചേട്ടൻ ബാവയുടെ പരിപാടി. അനിയൻ ബാവ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ബാവയും അനിയൻ ബാവയും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ചേട്ടൻ ബാവ പണ്ട് ഗുജറാത്തിൽ പറഞ്ഞു കോൺഗ്രസ് ജയിക്കും എന്നുള്ള ഘട്ടം വന്നപ്പോൾ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവുമെന്ന്. സാധനം മനസ്സിലായില്ല. അത് തന്നെ ഇപ്പൊ അനിയൻ ബാവ ഇവിടെ പറയാണ്. പറയിപ്പിക്കുക. ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി പൊന്നാടി ഇടിക്കുകയാണ് പിറ്റേ ആഴ്ച. ഈ വൃത്തികേട് പറയിപ്പിച്ച ആൾക്ക് പിറ്റേ ആഴ്ച കൊണ്ട് പൊന്നാടി ഇടിക്കുകയാണ്. അതാണ് അവർ പറയുന്നത്. അതിനാണ് മതേതര കേരളം ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. ഈ വിദ്വേഷ പ്രചരണത്തിനെതിരായി, ഈ ഭിന്നിപ്പിക്കൽ ക്യാമ്പയിനെതിരായി, ഈ പാരസ്പര്യത്തിനും സാഹോദര്യത്തിനുമെതിരായി ശബ്ദമുയർത്തിയാൽ മതേതര കേരളം അവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകേണ്ടത്. നമ്മളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട്, ഒരാൾക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല കേരളത്തിൽ. ഒരു ഇൻസെക്യൂരിറ്റിയും വേണ്ട. എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ടീം UDF ഒരുമിച്ച് ചേർത്ത് പിടിക്കും എല്ലാ വിഭാഗം ജനങ്ങളെ. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് നമ്മളത് ചെയ്യുന്നത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളാണ് അതിന് പിന്തുണ തരേണ്ടത്. അവിടെ വന്നും ഇവിടെ നിന്നും പ്രവർത്തിച്ചു. ഇനി മുതൽ ഒറ്റയാൾക്കും വിശ്രമമില്ല. ഇന്ന് മുതൽ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കുക. പരിചയമുള്ള മുഴുവൻ ആളെയും വിളിക്കുക. കുടുംബാംഗങ്ങളെ മുഴുവൻ ബന്ധപ്പെടുക. നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരാകില്ല. കുറെ പേര് അപ്പുറത്ത് നിൽക്കുന്നവരായിരിക്കും. ഇലക്ഷൻ ആകുമ്പോഴേക്കും അവരെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവരിക. എത്ര പേരെ നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ഇന്ന് കുടുംബമായിട്ടിരുന്ന് ആലോചിക്കുക. ഫോൺ വിളിച്ചും നാട്ടിൽ പോകുമ്പോൾ കണ്ട് സംസാരിച്ചും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. UDF-ന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, അയൽക്കാരെ, പരിചയക്കാരെ എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് എല്ലാവരും എത്തുക. SIR-ലും നമ്മുടെ ആളുകളോടും പറയണം, എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കണം. വേണ്ടേ? ഇവിടെ നിന്ന് ഉറപ്പുവരുത്തണം. പരിചയക്കാരോട് മുഴുവൻ പറയണം, എല്ലാവരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണമെന്ന്.
ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയത്തിന്റെ ഒരു കാര്യം വോട്ടർ പട്ടികയിൽ ഏറ്റവും മനോഹരമായി പേര് ചേർത്തതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, CPM-ന്റെ BJP-യുടെ കേഡർ സ്വഭാവത്തെ മറികടക്കാൻ കഴിയുന്ന കേഡർ സ്വഭാവമുള്ള നല്ല പ്രവർത്തകർ നമുക്കുണ്ട് എന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരും മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും വന്ന് ക്യാമ്പ് ചെയ്തിട്ടും 3 ഇരട്ടിയും 5 ഇരട്ടിയും 7 ഇരട്ടിയും ഭൂരിപക്ഷത്തിൽ അവരെ നമ്മൾ തോൽപ്പിച്ചത് നമ്മുടെ പ്രവർത്തകരുടെ കരുത്താണ്. നമുക്കതിന് കഴിയും. അത്രയും മിടുക്കരായിട്ടുള്ള പ്രവർത്തകർ നമുക്കുണ്ട്. അപ്പൊ പേരുണ്ടാവണം വോട്ടർ പട്ടികയിൽ. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ ഉണ്ടാകണം. ബന്ധക്കാരോടും പരിചയക്കാരോടും സംസാരിക്കുമ്പോൾ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ ഈ സംഗമത്തിൽ ഒരുമിച്ച് ചേരലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നിറഞ്ഞ സന്തോഷത്തോടെയാണ്. ഇന്നലെ രാവിലെ ഖത്തറിൽ വന്നിറങ്ങിയ VD സതീശനല്ല ഇന്ന് രാത്രി മടങ്ങിപ്പോകുന്ന ഒരാൾ. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആവേശം കണ്ട് എൻ്റെ ഊർജം ഇരട്ടിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ചുമലുകളിലെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് നിങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും അത് പ്രതീക്ഷയുടേതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് കൂട്ടായി നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നിശ്ചയദാർഢ്യത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി ചെയ്തു തീർക്കുമെന്നുള്ള വാക്ക്, ആ വാക്ക് നൽകിക്കൊണ്ട് വീണ്ടും ഒരുമിച്ച് കാണാം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. Joseph for the vote of thanks.